ഇത് കിട്ടേണ്ട ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മാന്യതയും മര്യാദയും എല്ലാ തലത്തിൽ നിന്നും ഈ നാടകക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. കിട്ടുന്നില്ല. ഈ അച്ഛനും അമ്മ എന്ത് ധൈര്യത്തിലാണ് എന്നെ നടനാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വേണ്ടി. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, ഇടിക്കുന്നിടത്തേക്ക് നീക്കുകയല്ലേടാകുവേ. ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇന്ന് അച്ഛനോട് പറഞ്ഞാന്ന് പറഞ്ഞു. മിമിക്രിക്കാർ വന്ന് സിനിമ വല്ലാതെ ഭരിക്കുന്ന ഒരു കാലം വന്നില്ലേ, എന്റെ കുട്ടനാട്ടിക്കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. നമ്മൾ ഉള്ളിൽ തെറ്റി തന്നെ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ കണ്ണ് പറയുന്നത്. നമ്മുടെയൊക്കെ മക്കളെ നമ്മളെ നോക്കുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യാം. എന്റെ അച്ഛനെ ഓർമ്മ വന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെ. ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിൽ നേരത്തെ പറയാൻ ഇപ്പം നിർത്തില്ല, മലയാള സിനിമയിലെ 10 നടന്മാരുടെ അടുത്തായിരിക്കും ഞാൻ. നോക്കി ഞങ്ങൾ 28 വർഷമായി നാടക വേദികളിലൂടെ ഏറെ തിളങ്ങിയ കലാകാരൻ. സംസ്ഥാന നാടക അവാർഡ് 2 പ്രാവശ്യം കരസ്ഥമാക്കി. ഷോർട്ട് ഫിലിമിന് 2 ദേശീയ അവാർഡ് കരസ്ഥമാക്കി. 112ഓളം പ്രാദേശിക അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു പുലിക്കുട്ടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ നാടകം കാണാൻ ആഗ്രഹിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രമോദ് വെളിയനാട്. നമസ്കാരം. ഞാൻ പ്രമോദേട്ടാന്ന് വിളിക്കാൻ കാര്യം വേറെ ഒന്നുമില്ല. പ്രമോദേട്ട എന്നേലും പ്രായം കുറവാന്ന് എനിക്കറിയാം. ഈ ബഹുമാനം കൊണ്ടാണ് എനിക്കറിയാം. കാരണം നാടകവേദിയിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പല നാടകങ്ങളും പ്രമോദേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ ചെയ്തതിന്റെ ഒരു അംശം പോലെ നമുക്ക് സിനിമയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പറ്റില്ല. ക്യാരക്ടേഴ്സുകളാണേലും ഗംഭീര ക്യാരക്ടറുകൾ നമുക്ക് നമ്മുടെ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ക്യാരക്ടറുകൾ കിട്ടി ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നെയൊക്കെ അവരങ്ങനെ ഫ്രാൻസിസ് മാവേലിക്കര എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ നമുക്ക് വേണ്ടി അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എഴുതി തരിക എന്ന് പറയുന്നത് തന്നെ. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ ഇങ്ങനെയുള്ള ചെറിയ ചർച്ചകളിലും വലിയ ചർച്ചകളിലൊക്കെ പറയുന്നത്, ഇത് കിട്ടേണ്ട ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മാന്യതയും മര്യാദയും എല്ലാ തലത്തിൽ നിന്നും ഈ നാടകക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. കിട്ടുന്നില്ല സത്യം. അത് നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിമിക്രി കലാകാരന് കിട്ടുന്നതിന്റെ പകുതിയുടെ പകുതി പോലും വേതനമാണേലും കൊള്ളാം, മറ്റേ ഇത് കിട്ടുന്നില്ല. ഇപ്പം ആളുകൾക്ക് മാറി മാറി തുടങ്ങി. ഇങ്ങനെ കുറെ ആളുകൾ ഇപ്പോൾ സിനിമയിലേക്ക് വരികയും മോശമല്ലാത്ത പ്രകടനം കാഴ്ച രമേശ് ചേട്ടനൊക്കെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നാടക നടന്മാർ കൊള്ളാം, നല്ല നടിമാർ കൊള്ളാം എന്ന് പറയുന്ന ഒരു തലത്തിലാണ്. പണ്ടും അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കാലം കൊണ്ട് മിമിക്രിക്കാർ സിനിമ വല്ലാതെ ഭരിക്കുന്ന ഒരു കാലം വന്നില്ലേ. അത് ആ ഒരു തരംതിരിവ് സിനിമാ മേഖലയിലുള്ളൂ എനിക്ക് തോന്നുന്നു. മിമിക്രിക്കാരനാണ് അവൻ കാണിച്ച ഓവറായിരിക്കും, നാടകക്കാരൻ അവനൊരു കാണിക്കലാണ്. ഇത് സിനിമ എന്ന മേഖലയെ നമ്മൾ സമീപിക്കുമ്പോഴാണ് അങ്ങനെ അമ്പലപ്പുറം പള്ളിപ്പുറമ്പിൽ നമ്മളൊക്കെ കൈയടിയല്ലേ. ഇതിൽ പിന്നെ നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടുക എന്നുള്ള, ഇതിന്റെ ക്യാമറ എന്താവശ്യപ്പെടുന്നു, സ്റ്റേജ് എന്താവശ്യപ്പെടുന്നു ഉള്ള തിരിച്ചറിവ് കിട്ടുന്നിടത്താണ് ഈ 2 കലാകാരന്മാർ നമുക്ക് അവർക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നാടകത്തിലെ ആ പ്രായമായ അപ്പച്ചൻ നല്ലാക്ഷൻ പ്രമോദേട്ടൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പറയണം, എനിക്ക് വേണ്ടി. ഒന്നുമില്ല, അതിന്റെ സിറ്റുവേഷൻ അറിയാമല്ലോ. മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരച്ഛൻ, പുള്ളി ബാത്റൂം മെത്തേ കിടന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഈ മകൻ പറയുന്നത് ഇതൊക്കെ കിടന്ന് മൂത്രം ഒഴിച്ചു നോക്കുമ്പോൾ ഇല്ലടാ ഞാൻ ഒഴിച്ചില്ല, പിന്നെ ഒഴിച്ചില്ല എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എടുത്ത് മണപ്പിക്കും. പുള്ളി ഇത് കണ്ടോ എന്ന് പറഞ്ഞ് മണപ്പിക്കുമ്പോൾ മരുമകൻ അത് കണ്ടുകൊണ്ട് വരും. മരുമകൻ അളിയോട് ചോദിക്കും, അളി തന്നെ അച്ഛനെ കൊല്ലാൻ വരികയാണെന്ന് ചോദിക്കും. അത് മകന് ഒരു ഫീൽ ചെയ്യും, അപ്പനെ കൊല്ലാൻ. പുള്ളിയോട് ഒന്ന് ക്ഷമ അച്ഛൻ ക്ഷമിക്കും, ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് പുള്ളി നല്ല ഇതാ പറയുന്നത്. അപ്പോൾ ആ മകൻ ക്ഷമ പറയുമ്പോൾ അച്ഛൻ മറുപടി കൊടുക്കുന്നതാണ് ആ സീൻ. എന്നാലേ എൻ്റെ ആരവില്ലടാകുവേ, ആരവില്ല, 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. വിദ്യാർത്ഥിയാണെങ്കിലും ഒരേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, ഇടിക്കുന്നിടത്തേക്ക് നീക്കുകയല്ലേടാകുവേ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. ഉടിയാലെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ എന്നെ കടിച്ചൊക്കെ ചാകാന് നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവൻ്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ, എന്തോ ചെയ്യാനാന്ന് പറ. മേലോട്ടൊന്ന് വിളിക്കട്ടെ. എന്നോട് അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് ചെന്നങ്ങ് ആക്ക് മക്കളെ. അത് കഴിയുമ്പോ എന്റെ കുട്ടനാട്ടിക്കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേ നീ. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ.
അത്രേ ഉള്ളൂ. ഒരു രക്ഷയില്ല. സൂപ്പറായി പ്രമോദ്. അടിപൊളി. അത് ആരാളും വിഷമിച്ചു പോകും. നമ്മുടെ ഉള്ളിൽ തെറ്റി തന്നെ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ കണ്ണ് പറയുന്നത്. ഭയങ്കര നമ്മളൊരു അഭിനയമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ അല്ലേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ നോക്കുന്നുള്ള വിശ്വാസം ഉണ്ട്. അങ്ങ് നമ്മൾ ജോലി ചെയ്യുക. എൻ്റെ അച്ഛനെ ഓർമ്മ വന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെ. എന്നോട് കലവൂർ ഒരു സ്ഥലത്ത് നാടകം കളിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാർ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ച് വെച്ചിട്ട് കാലെ തൊട്ട് വിട്ടു വന്ന് ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ ഇന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാല് പിടിക്കുന്ന പോലെ പിടിക്കുമെന്ന് പറഞ്ഞു. അയ്യോ അതിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പറഞ്ഞ പറച്ചിൽ വല്ലാത്ത ഇത്ര ഡയലോഗില്ല. അതൊക്കെയാണ് ലെജൻഡിൻ്റെ ഡയലോഗ്. അത് കളയുന്നത് ഇതിനകത്ത് എന്തെങ്കിലും കളയാനുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, ആ 101 കൊല്ലം തൂറിയ ചന്തി എന്ന് പറയുമല്ലോ, അതൊരിച്ചിരി പിന്നെ ഒരൊറ്റ പിടിയാണ് നമ്മളെ കറക്റ്റ് ആ ഹുക്കായിടുന്നു അവിടെ ചലിക്കുകയില്ല. ജനം ഇരിക്കും. അത് പ്രമോദേട്ടൻ ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാരനാണ്. അതായത് വേണ്ട അവിടെ പോകണ്ട, അല്ലെങ്കിൽ അവിടെ ചെന്ന് ചാൻസ് ചോദിക്കണ്ട, അങ്ങനെ ചാൻസ് ചോദ്യം വളരെ കുറവാണ്. അത് ഉൾവലിവിൻ്റെ അല്ല, എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാകും. നമ്മൾ കട്ടം താത്തിട്ട് നമ്മൾ തിരികെ എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏത് ഭഗവാനെയാണോ അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിന് പുറത്ത് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവരും പറയും പരിപാടി നന്നാകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നന്നാകണേ എന്ന് ഞാൻ 3 വട്ടം പറയുകയും 6 വട്ടം ഞാനിത് വഴിത്തിരിവാകണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഒന്നുമില്ലായ്മ എന്നൊരു കൈ നീട്ടി തരാൻ ആളില്ലാത്തതുന്ന ഞാനിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നത്. എനിക്ക് എന്നിലുള്ള വിശ്വാസമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. വരുമെന്ന് ഞാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും വരും. ഈ അച്ഛനും അമ്മ എന്ത് ധൈര്യത്തിലാണ് എന്നെ നടനാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വേണ്ടി. അപ്പോൾ എന്നെ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞില്ലേ, അമ്മയൊന്നും ഒത്തിരി വലിയ സാധാരണ കുടുംബത്തിൽ ജനിച്ചു. അപ്പോൾ അച്ചാച്ചിക്ക് ഏറ്റവും ഇഷ്ടം നടനാക്കണമെന്നായിരുന്നു. ഞാൻ ഈ ചെറിയ കൊത്തുപണിയും പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ ചുണ്ടൻവെള്ളം കളിവെള്ളമൊക്കെ ഉണ്ടാക്കി ഈ ഷോക്കേസ് വെക്കുന്ന വെള്ളമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓഫ് സീസണിലൊക്കെ അല്ല ചെറുപ്പത്തിലൊക്കെ അത് ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ മംഗളം പത്രത്തിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ അച്ഛനോട് അമ്മയോട് പത്രക്കാരൻ ചോദിച്ചു മകൻ ആരാകാൻ ഇഷ്ടമെന്ന് ചോദിച്ചു. രണ്ടുപേരും കോറസ് പറയുന്ന പോലെ പറഞ്ഞു നടനാകണമെന്ന്. ആലോചിച്ചെന്ന് പറഞ്ഞല്ലോ, അവൻ നടനാകണമെന്ന് അച്ഛനും അമ്മ. പക്ഷേ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഞാൻ ഗുരുവായൂർ വെച്ച് മേടിച്ച് 2 പേരും ഇങ്ങനെ ഒന്നിരുത്തിയോടെ കാണുന്നത്. 2 പേരുടെ കയ്യിലോട്ട് കൊടുക്കുന്നത് മലയാള നാടകത്തിൽ അപ്പുറത്തൊന്നുമില്ല, നടനാക്കിയ ഇതേ ഉള്ളതെന്ന് പറഞ്ഞു. വലിയ സന്തോഷം വേറെ എൻ്റെ ജീവിതത്തിൽ വളരെ ദുരിതത്തിലും ബുദ്ധിമുട്ടിലൊക്കെ ഇപ്പോൾ ഇത് കാണുന്നവന്മാർ പറയും ദാരിദ്ര്യം. എനിക്ക് പറയാനുള്ളതല്ലേ പറയാനുള്ളത്. ദാരിദ്ര്യം അല്ലാതെ ഞാൻ വളർന്നു വന്ന വഴിയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഒന്നുമില്ല, വട്ടപൂജ്യത്തിൽ നിന്ന് വന്നിട്ട് ആ വട്ടപൂജ്യം പിടിച്ച് നിവർത്തോണ്ടിരിക്കാൻ ഒന്നാകാൻ വേണ്ടി ഒന്നായിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി നിവർത്തോണ്ടിരിക്കുന്ന പണിയായത്. ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിൽ നേരത്തെ പറയാൻ ഇപ്പോൾ നിർത്തുന്നു. മലയാളത്തിന് വരെ 10 നല്ല നടന്മാരിൽ ഒരുത്തരായിരിക്കും ഞാൻ. നോക്കി ഞങ്ങൾ തരുന്നതിന് നമ്മൾ ഒരു 3 ടേക്കിനപ്പുറത്തോട്ട് ഞാൻ ഒരു സീനും വിടുകയില്ല. പിന്നെ അവർ വിടത്തൂല്ല, ഞാൻ അതിനപ്പുറത്തൊന്നും കിട്ടുകയെന്ന് വിചാരിച്ചായിരിക്കും.